CPM പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ വിമർശനവും സ്വയം വിമർശനവുമായി കേരള ഘടകം. പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്ക് ആശങ്കാജനകമാണെന്നും താഴെത്തട്ടിൽ പാർട്ടി അതീവ ദുർബലമെന്നും PK ബിജു. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പോരായ്മയുണ്ടെന്നും ഭൂപ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെന്നും വിമർശനം. അതേസമയം വഖഫ് ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി കോൺഗ്രസിൽ പ്രമേയം അവതരിപ്പിച്ചു. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശം നൽകും. സെയ്ഫ്, ബിജുവിന്റെ പ്രസംഗത്തിൽ എന്തെല്ലാം സ്വയം വിമർശനങ്ങൾ, ഏതെല്ലാം വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്? ഈ പൊതുചർച്ച, സംഘടനാ ദൗർബല്യം എന്നുള്ള വിഷയത്തിൽ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച എങ്ങനെ തുടരുന്നു? രാവിലെ ബംഗാളിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള പ്രതിനിധികളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 3 പ്രതിനിധികളാണ് സംസാരിക്കേണ്ടത്. അവർക്ക് 3 പേർ കൂടി 26 മിനിറ്റ് സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. PK ബിജുവും മുഹമ്മദ് റിയാസും R ബിന്ദുവും. ഇതിൽ PK ബിജുവാണ് ആദ്യം സംസാരിച്ചത്. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയായതുകൊണ്ട് തന്നെ സംഘടനാപരമായ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താഴെത്തട്ടിൽ അതീവ ദുർബലമാണ് പാർട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടി അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് ആശങ്കാജനകമാണ്. ഭൂപ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ പോരായ്മ ഉണ്ടാകുന്നു. കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും അംഗത്വം കുറയുകയാണ്. പുതിയ അംഗങ്ങൾ വരുന്നുണ്ടെങ്കിലും കൊഴിഞ്ഞുപോക്ക് കേരളത്തിൽ കൂടുന്നുണ്ട്. വരുന്ന അംഗങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നില്ല. ബ്രാഞ്ചുകൾ നിർജ്ജീവമായ സ്ഥിതി പലയിടത്തുമുണ്ട്. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പോരായ്മ ഉണ്ടാകുന്നു. പാർട്ടി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യുന്നില്ല എന്ന വിമർശനം PK ബിജു മുന്നോട്ട് വെച്ചു. ഭൂപ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല. അടിയന്തരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ വേണം എന്ന ആവശ്യമാണ് PK ബിജു മുന്നോട്ട് വെച്ചത്. സംഘടനാ റിപ്പോർട്ടിൽ മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ കാര്യമെടുത്താൽ തന്നെ ബ്രാഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഏരിയ കമ്മിറ്റിയാണുള്ളത്. ലോക്കൽ കമ്മിറ്റി അടക്കം ഇല്ല. അങ്ങനെയുള്ള സംഘടനാ ദൗർബല്യമുണ്ട്. അത് പരിഹരിക്കപ്പെടണം. അതുപോലെ തന്നെ രാജസ്ഥാനിലൊരു MP ഉണ്ട്. എന്നിട്ടും അവിടുത്തെ അംഗസംഖ്യ, പാർട്ടി അംഗങ്ങളുടെ സംഖ്യ വെറും 5000-ന് മുകളിലാണ്. 5500 മറ്റോ മാത്രമേ ഉള്ളൂ. മറ്റു ചില സംസ്ഥാനങ്ങളിൽ 1000 പേര് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് സംഘടന ഇത്തരത്തിൽ ദുർബലമായി പോകരുത്. സംഘടനാ സംവിധാനം വലുതാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംഘടനാ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു PK ബിജു ചെയ്തത്. സെയ്ഫ്, മധുരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സെയ്ഫ് സൈനുലാബ്ദീൻ.